നമസ്കാരം. ഇൻട്രാകൾട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വളരെ പ്രശസ്തമായ തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ കാണുന്ന ഒരു മനോഹരമായ ഒരു കുളമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ ഏറ്റവും പുറകിൽ നിങ്ങൾക്ക് കാണാം ശിവക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ ക്ഷേത്രം ഈ സമയത്ത് അടച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകത, അതായത് ഞാൻ തിരുവള്ളിക്കകത്തതിൻ്റെ പാൻസ് ധരിച്ചതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല നാലമ്പലത്തിൻ്റെ അകത്ത്. അപ്പോൾ ഈ കേരള കൾച്ചർ അല്ലെങ്കിൽ കേരള ബ്രാഹ്മിൻസിൻ്റെ അങ്ങനത്തെ രീതിയിൽ വരുന്ന ക്ഷേത്രങ്ങളിലൊന്നും പാൻസ് അതുപോലെ തന്നെ ബനിയൻ ഷർട്ട് ഇങ്ങനെ ധരിച്ചിട്ട് അകത്ത് കയറാൻ പറ്റില്ല. അതേസമയം തമിഴ് കൾച്ചറുള്ള അല്ലെങ്കിൽ തമിഴ് ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ പാൻസ് ധരിച്ച് കയറാം, ഷർട്ട് ധരിച്ച് കയറാൻ പറ്റില്ല. ചിലയിടത്ത് പാൻസും ഷർട്ടും ഒക്കെ ധരിച്ച് ബനിയനൊക്കെ ധരിച്ച് ഉള്ളിൽ കയറാം. ഇങ്ങനെയുള്ള വിവിധതരമായിട്ടുള്ള ആചാരങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചുരുക്കിയിട്ടേ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇതിൻ്റെ ആ മതിൽക്കെട്ടൊക്കെ ഞാൻ വെറുതെ നോക്കി ഭയങ്കര അത്രയും പഴക്കമുണ്ട്. പല കാര്യങ്ങൾക്കും കെട്ടിടങ്ങൾക്ക് പഴക്കമുണ്ട്. നമുക്കിതിൻ്റെ അടുത്ത അഗ്രഹാരങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെയൊക്കെ സഞ്ചരിക്കാം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ പറയാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചരിത്രവും കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഇന്ത്യയിലെ ചരിത്രവും കേരളത്തിലെ ചരിത്രവും അറിയണമെങ്കിൽ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളും ജൈന ബുദ്ധ ക്ഷേത്രങ്ങളും സന്ദർശിച്ചാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാകും എന്നതാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കുനിശ്ശേരിയിലാണ്. ആലത്തൂരിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇത് എരുമയൂർ പഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം പ്രശസ്തമായ കുമ്മാട്ടിക്കളിയും കുനിശ്ശേരി മാമാങ്കവും ഒക്കെ ആഘോഷിച്ചു വരുന്ന പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്. പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ ദേവിയുടെ ശക്തിയെക്കുറിച്ചെല്ലാം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന ഈ ക്ഷേത്രം ഇതിൻ്റെ പരിസരത്ത് ഇങ്ങനെയുള്ള മനോഹരമായ കുളവും പാടങ്ങളും അതുപോലെ തന്നെ ഹരിതാപമായ ഗ്രാമഭംഗിയും എല്ലാം ഒത്തുചേർന്ന് അവയെല്ലാം ഈ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുകയാണ്. ഇവിടെയുള്ള 3 തറകളായ കിഴക്കേത്തറ, തെക്കേത്തറ, വടക്കേത്തറ എന്നീ ദേശങ്ങൾ ചേർന്നാണ് ഈ കുമ്മാട്ടിക്കളി അതുപോലെ മാമാങ്കം അല്ലെങ്കിൽ വലിയ ആറാട്ടമൊക്കെ ആഘോഷിച്ചു വരുന്നത്. പണ്ട് കാലത്ത് ഈ കുനിശ്ശേരി പ്രദേശവും അതുപോലെ പല്ലാവൂര് പല്ലശ്ശന പ്രദേശവും അതെല്ലാം പാലക്കാട് രാജാക്കന്മാരുടെ കീഴിലായിരുന്നു, അതോ അത് പെരുമ്പടപ്പ് അല്ലെങ്കിൽ കൊച്ചി രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ കുറെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഇവിടെ അങ്കളമ്മൻ ദേവീക്ഷേത്രമുണ്ട്. പാലക്കാട് രാജകുടുംബത്തില് അനന്തരാവകാശികൾ ഇല്ലാതിരുന്ന സമയത്ത് കൊച്ചി രാജകുടുംബവുമായിട്ട് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ നിന്നുണ്ടായ പരമ്പരകളാണ് പിന്നീട് പാലക്കാട് രാജ്യത്തിന്റെ അവകാശികളായി വന്നത് എന്ന ഒരു ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം ഉണ്ട്. അതൊരു കഥയാണ് എന്നും പറയുന്നുണ്ട്, അതല്ല ചരിത്രമാണെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ കുനിശ്ശേരി ഈ പ്രദേശങ്ങളെല്ലാം കൊച്ചി രാജ്യത്തിന് വിട്ടുകൊടുത്തതായിട്ട് പറയുന്നുണ്ട്. പൊറയന്റെ ഭരണം അതുപോലെ ശുഭാംഗിയുടെ ഭരണം അതുപോലെ കൊങ്ങുപ്പടയുടെ ആക്രമണം ഇതിനെ കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അപ്പൊ ആ പ്രദേശത്ത് ഈ കൊങ്ങുപ്പടയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂതിരിയും കൊച്ചി രാജ്യത്തിന്റെ ഒക്കെ സഹായം നേടി അല്ലെങ്കിൽ വള്ളുവക്കോനാഥിന്റെയൊക്കെ സഹായം നേടി അതിന്റെ ഫലമായി ചില പ്രദേശങ്ങൾ വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്ത ഒരു പ്രദേശമാണ് ഈ കുനിശ്ശേരി അല്ലെങ്കിൽ പല്ലശ്ശന എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. 13ാം നൂറ്റാണ്ടിലേക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കൊച്ചി രാജ്യത്തിന്റെ ഭാഗങ്ങളൊക്കെ ആക്രമിച്ചിട്ടാണ് അത്ര സാമൂതിരി ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ കൊച്ചി രാജ്യത്തിന്റെയും അതുപോലെ പാലക്കാടിന്റെയും ഇടയിൽ കിടക്കുന്ന പ്രദേശമായ വടക്കഞ്ചേരിയൊക്കെ അവര് അനായാസേന കീഴ്പ്പെടുത്തി വന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു പ്രദേശമായിരുന്നു അത്രേ
കുനിശ്ശേരി. അപ്പൊ ആ കുനിശ്ശേരിയിൽ വന്ന് അവർ 1364 വന്ന് ഏകദേശം 6 മാസക്കാലത്തോളം ഇവിടെ അവര് വളരെ ഘോരമായ യുദ്ധം ഇവിടെ നടന്നു. അത് സാമൂതിരി പ്രതീക്ഷിച്ചിരുന്നില്ല അത്ര. 6 മാസമായിട്ടും ഈ പാലക്കാട് ഈ ഭാഗത്തുള്ള നായന്മാരെ തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇതിന്റെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചിലരെ ജ്യോതിഷികളെയൊക്കെ വെച്ചു എന്നും അതുപോലെ പ്രശ്നം വെപ്പിച്ചു എന്നും എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ സാമൂതിരി ഭഗവതിയെ പ്രാർത്ഥിക്കുകയും അതിന്റെ ഫലമായിട്ട് തിരുവളയനാടിന്റെ ചരിത്രം ചെയ്തതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ഷേത്രത്തിൽ ചെയ്ത പോലെ. അങ്ങനെ സാമൂതിരി പ്രീതി പിടിച്ച് പറ്റി എന്നും പിന്നീട് യുദ്ധം ഇവർക്ക് അനുകൂലമായി എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇതാണ് പ്രശസ്തമായ തൃപ്പല്ലാവൂർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പറയാം. ഇപ്പൊ കുനിശ്ശേരിയുടെ ചരിത്രം കുറച്ചും കൂടി പറയാനുണ്ട്, അത് പറയാം. പല്ലാവൂർ എന്ന പേര് ലഭിച്ചതിന് 2-3 ഐതിഹ്യങ്ങളുണ്ട്. ഒരു ചരിത്രത്തിൽ പറയുന്നത് പല്ലാവൂർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ പല്ലവന്മാരുടെ കാലത്ത് ഈ പ്രദേശമായിരുന്നു അത്ര പല്ലവന്മാരുടെ 2ാം ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനം. പല്ലവപുരം പല്ലാവൂരായി ചുരുങ്ങി എന്നാണ് പറയുന്നത്. ഇനി ഒരു ഐതിഹ്യമുണ്ട് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച്. ഐതിഹ്യം മറ്റൊന്നുമല്ല, തൃപ്പള്ളൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതും കിടക്കുന്നത്. 3 ശിവലിംഗങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിലൊന്ന് അദ്ദേഹം ഇവിടെ ക്ഷീണിച്ചപ്പോ ഇവിടെ ഈ ഒരു ലിംഗം പല്ലില് കടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അത് ഇവിടെ വെച്ചു. പിന്നീട് അത് അങ്ങനെ ഉറച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. അത് ഐതിഹ്യമാണ് കേട്ടോ. ഇനി വേറൊരു ശിവക്ഷേത്രം കൂടി ഉണ്ട്. അത് അയിലൂരാണ് 3ാമത്തെ ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. ഇവിടെ ലിംഗം ചെറുതായിട്ട് ചെരിഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാരണം ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പു ഈ ശിവലിംഗം തകർക്കുന്നതിന് വേണ്ടി ആനയെ ഉപയോഗിച്ചു എന്നും അതിന്റെ ഫലമായിട്ടാണ് അതൊന്നും ചെരിഞ്ഞതെന്നും പക്ഷെ ശിവലിംഗത്തിനെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിന്റെ അടുത്തുള്ള തൃപ്പള്ളൂര് ശിവക്ഷേത്രത്തിലെ ഒക്കെ ശിവലിംഗത്തിനൊന്നും കേടുപാടുകൾ കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല. പല്ലശ്ശനയായിട്ട് പല്ലാവൂരിന് ബന്ധമുണ്ട്. പല്ലവർ സേന എന്ന് ചുരുങ്ങിയിട്ടാണ് പല്ലശ്ശന ആയി മാറിയത് എന്ന് കരുതുന്നവരുണ്ട്. ഇത് ഒരു തീർത്ഥക്കുളമാണ്. അപ്പോൾ തീർത്ഥക്കുളം അശുദ്ധമാക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു എൻട്രൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ കയറി വന്നപ്പോൾ വടക്ക് ഭാഗത്തേക്കും ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ പഞ്ചവാദ്യങ്ങൾക്ക് മേളം, പല്ലാവൂർ ട്രയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പുമാരാരെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പൊ മേളങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ പല്ലാവൂര്. ഈ പൂക്കുളങ്ങര ഭഗവതിയും അതുപോലെ തന്നെ പല്ലാവൂര് ശിവക്ഷേത്രവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഈ കുനിശ്ശേരി പ്രദേശം കീഴടക്കിയതിനെ കുറിച്ചിട്ട് മറ്റൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. കുനിശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പല്ലാവൂരിലേക്ക്. കുനിശ്ശേരി ആലത്തൂര് താലൂക്കിലാണെങ്കിൽ പല്ലശ്ശന ചിറ്റൂര് താലൂക്കിലാണ്. വള്ളുവക്കോനാതിരിയെ തോൽപ്പിക്കാൻ കഴിയാതെ വന്ന സമയത്ത് ആ വള്ളുവക്കോനാതിരിയുടെ അല്ലെങ്കിൽ അവരുടെ സൈനികര് പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു ദേവിയെ സാമൂതിരി പിന്നീട് കൊണ്ടുവന്നു കോഴിക്കോട് പ്രതിഷ്ഠിച്ചെന്നും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തിരുവളയനാട് ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള ഒക്കെ വീഡിയോകൾ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഈ ശിവക്ഷേത്രത്തിന്റെ പഴക്കത്തിനെ സംബന്ധിച്ചിടത്തോളം പല തർക്കങ്ങളും ഉണ്ട്. 1200 വർഷം പഴക്കമുണ്ട്, 1500 വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ സ്ട്രക്ചർ നോക്കൂ, ഈ മതിൽക്കെട്ടൊക്കെ നോക്കൂ, ഈ കല്ലുകൾക്കൊക്കെ നല്ല പഴക്കമുണ്ട്. മതിൽ മാത്രം ഇപ്പൊ ഈ അടുത്ത കാലത്താണ് തോന്നുന്നു അതൊക്കെ സിമെന്റ് തേച്ച് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് സിമെന്റ് ഒന്നും ഇല്ലല്ലോ. സാമൂതിരിയുടെ ആക്രമണത്തിന്റെ ഫലമായി കുനിശ്ശേരിയിൽ നിന്ന് ഒരു 500ഓളം നായന്മാർ കൊല്ലപ്പെട്ടു വന്നത്. അങ്ങനെ അവരുടെ വിധവകളായ സ്ത്രീകള് ഭഗവതിയെ പ്രാർത്ഥിച്ചു, പൂക്കുളങ്ങര ഭഗവതിയെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ഭഗവതി പറഞ്ഞു അത്ര, നിങ്ങൾ മുന്നിൽ നിന്നാൽ മതി, യുദ്ധം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാമൂതിരിയുടെ പടയെ നേരിടുന്നത് ഈ ഒരു വിഭാഗമാണ്. അതായത് ഈ വിധവകളായ ഈ സ്ത്രീകൾ മുറവും അതുപോലെ ചൂലുമായി നിൽക്കുന്ന ആ കാഴ്ച കണ്ട് സാമൂതിരി ഞെട്ടി എന്നാണ്. ഈ പടവുകളൊക്കെ ശ്രദ്ധിച്ചില്ലേ, ഇതിന്റെ ഇത് തേച്ചില്ലായിരുന്നെങ്കിൽ, ഈ ചുണ്ണാമ്പ് തേച്ചില്ലായിരുന്നെങ്കിൽ അതിന്റെ പഴമ അങ്ങനെ തന്നെ നിലനിന്നിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഇതിന്റെ പരിസരത്ത് അഗ്രഹാരങ്ങളൊക്കെ ഉണ്ട്.
അഗ്രഹാരങ്ങളിൽ എല്ലാവരും ബ്രാഹ്മണരല്ല എന്ന് തോന്നുന്നു, കാരണം ചിലതൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. എന്തായാലും സാമൂതിരി ഇവരുടെ ഈ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിച്ചു. 500ഓളം നായന്മാരെ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന് ഇവരെ വിവാഹം കഴിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു 80ഓളം നായന്മാർ ഈ പല്ലാവൂർ വന്ന് താമസിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ ഈ വള്ളുവക്കോനാതിരെ തോൽപ്പിച്ചതിന്റെ ഫലമായിട്ട് സാമൂതിരിക്ക് മാമാങ്കത്തിന്റെ ചുമതല കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് മാമാങ്കം കാണാൻ ഇത്രയും ദൂരം പോകണ്ടേ, അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ സാമൂതിരിയോട് പറഞ്ഞു. അങ്ങനെ സാമൂതിരി അത് അംഗീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു പാണനെ പറഞ്ഞയച്ചു. പാണൻ തിരിച്ചു വരാൻ വൈകി. ആ വൈകിയത് കണ്ടപ്പോൾ ഈ അദ്ദേഹത്തിന് സംശയം തോന്നി, ഒരു പറയനെയും കൂടി പറഞ്ഞയച്ചു എന്നാണ് ഈ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 12 വർഷത്തിൽ ഒരിക്കൽ വലിയ ആറാട്ടും അതുപോലെ വർഷത്തിൽ ഒരിക്കൽ കുമ്മാട്ടിക്കളിയും നടത്തുന്നത് ഈ ഭാഗത്ത്. ഈ കുമ്മാട്ടിക്കളിയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ധാരാളം കുടക്കല്ലുകളും അതുപോലെ ബെൻഹീറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ പ്രദേശം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. യാത്ര തുടരുന്നു. എല്ലാവർക്കും നന്ദി.